ഉസി എമ്മ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് മുമ്പ് ഒരു എൽ സി ചേച്ചി ഉണ്ടായിരുന്നു. എൽ സി ഇവിടെ ഉണ്ടായിരുന്നു. എൽ സി കുറേ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടോട്ടോ പോയത്. എൽ സിയുടെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങളെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാവേ. പിന്നെ ഇന്ന് ശരിക്കും നമ്മുടെ റോയിയില്ലേ, ഷിജിയുടെ ഹസ്ബൻഡ് റോയിയുടെ പിറന്നാളാണ്. അപ്പം റോയിയോട് ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നമുക്ക് അതുകൊണ്ട് വൈകുന്നേരത്തേക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാവട്ടോ. ഓൾറെഡി വൈകിട്ട് ഞാൻ ചക്ക വേവിക്കാൻ വേണ്ടി ഇതുകൊണ്ടോ ചക്കയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചക്കയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുക. വൈകുന്നേരം കേട്ടോ വരുന്നേ. വൈകുന്നേരം കേക്കൊക്കെ ആയിട്ട് അവർ വരും. വരുന്നത്തേക്കും പിന്നെ ഇതുണ്ടോ 2 കരിമീൻ വാങ്ങിച്ചിട്ടുണ്ട്. ഉണ്ടോ ഈ കരിമീൻ നമുക്ക് വാഴയിലയിൽ പൊള്ളിക്കാൻ പോകാം കേട്ടോ. കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചാലോ. അതുമാത്രമല്ല കേട്ടോ, ചിക്കനുണ്ട്. ഞാൻ ചിക്കൻ കറി വെക്കണം. പിന്നെ നമുക്ക് വേറെ മാങ്ങാച്ചാറും അതും ഇതൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ കറികളും ഉണ്ട്. ഇച്ചിരി ചക്കയ്ക്ക് പിന്നെ പറയാണ്ടല്ലോ, ഇച്ചിരി മുളക് പൊട്ടിച്ചതും ഇതെല്ലാം കൂടെ നമുക്ക് ശരിയാക്കണം. അപ്പോൾ ഇതേ എല്ലാവരും ചോദിക്കുന്ന ഒരാളുണ്ട്, എൽ സി ചേച്ചിൻ്റെ എൽ സി ചേച്ചിനെ കാണുന്നില്ലല്ലോ, എൽ സി ചേച്ചിക്ക് നീ വല്ല പിണക്കമാണോ എന്നൊക്കെ ചിന്തിക്കുന്നവർ കാണും കേട്ടോ. എന്നാണ്ട് എൽ സി വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കണു, ഒരു പിണക്കവും ഇല്ല കേട്ടോ. കൂട്ടുകാരെ എല്ലാവർക്കും ഹായ്. ഞാനിങ്ങനെ ഓരോരോ തിരക്കും വീട്ടിൽ ഓരോ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. അതെ എൽ സിക്ക് ഓരോ തിരക്കുകളും ഉണ്ടായിരുന്നു. എൽ സിയുടെ മോള് പ്രസവിച്ച് കിടപ്പുണ്ടായിരുന്നു അല്ലേ, അതിൻ്റെ തിരക്കായിരുന്നു. പിന്നെ ഇപ്പോൾ മോള് പോയി കേട്ടോ. മോള് പോയി കഴിഞ്ഞപ്പം വേറെ ഓരോ തിരക്കുകളുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ വരുമ്പോ ഇവരെ ഇവിടെ കാണില്ല, ഇവരെ എതിലേലും ഒക്കെ പോയേക്കുമായിരിക്കും. ഞാൻ ഇടയ്ക്കും പൊട്ടൊക്കെ ഇതിലോടൊക്കെ വരുത്തൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം നിൽക്കുകയല്ല. വന്നേച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേച്ചാൽ ആ തിരക്ക് കാരണം അന്നേരം അങ്ങ് പോകും. അപ്പൊ ഇത് കുറെ പേരായിട്ട് കമന്റിനകത്തൊക്കെ ചോദിക്കുന്നുണ്ട്, എൽ സി ചേച്ചി ഒരു പടക്കമില്ല കണ്ട ആള് മുതല് ഇപ്പോഴും ഒരേപോലെ തന്നെ ഇരിക്കണം, മാറ്റമില്ല. അതെ അത് ഇനിയും ഉണ്ടാകരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും. അല്ലാതെ ഒരു കണക്കോ ഇല്ല, കാര്യങ്ങളോ ഒന്നുമില്ല. മരുന്നടിച്ചിട്ട് കൈ പൊളിഞ്ഞു കേട്ടോ. അതെ ഞങ്ങൾ ഇന്നിപ്പോൾ ബാർബി മരുന്നടിക്കുക കേട്ടോ. ഇതേ എൽ സിയുടെ മരുന്നടി പാത്രം ഇത്, എൻ്റെ മരുന്നടി പാത്രം ഇത്. ഭയങ്കര പള്ള കേട്ടോ പറമ്പിൽ. അപ്പോൾ അത് വെട്ടാനൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ തെളിക്കാതെ നിവൃത്തിയില്ല, അതുകൊണ്ട് മരുന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ വീഡിയോയ്ക്കകത്ത് കണ്ടില്ലെങ്കിലും എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും എൽ സി വിളിച്ചാൽ അന്നേരം ഓടി വരും കേട്ടോ. വെളിപ്പുറത്തുണ്ട് അല്ലേ എൽ സി? പിന്നെ അല്ലേ എപ്പോൾ വിളിച്ചോ, ഞാൻ ഇന്നാളും പറഞ്ഞു എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്നെ വിളിച്ചാലേ. അതെ എന്ന് ഞാൻ പറയാറുണ്ട്. അതെ വീട്ടിൽ 100 കൂട്ടം പണിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കാരണം ഇങ്ങനെ ഇറങ്ങാൻ തോന്നുന്നു. പിന്നെ എൽ സിക്ക് കുറെ മൃഗങ്ങളുണ്ട് കേട്ടോ. പന്നിയുണ്ട്, പിന്നെ കോഴിയുണ്ട് അല്ലേ, കോഴി, കഴുകം, കുറെ പട്ടികളുണ്ട്. എത്ര പട്ടിയുണ്ട് എൽ സി ഇപ്പൊ? 5 എണ്ണം ഉണ്ട്. അമ്മേ 5 പട്ടികള്. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നിലത്തിരിക്കാൻ നേരമില്ല. പിന്നെ മൊബൈലിനകത്ത് കുറെ നേരം അതും ഇതൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോ നേരം പോണത് അറിയുകയോ ഇല്ല. അതെ പണ്ട് പിന്നെ മൊബൈൽ ഇല്ലായിരുന്നു, അപ്പൊ പിന്നെ നേരം പോവുകയല്ലായിരുന്നു. ഇപ്പൊ പിന്നെ മൊബൈലൊക്കെ കിട്ടിയത് കാരണം അതെ തോണ്ടുന്ന മൊബൈലൊക്കെ കിട്ടി. അപ്പൊ പിന്നെ കുറച്ച് സമയം അതിനകത്ത് ചെലവഴിക്കും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു കേട്ടോ. പിന്നെ കുറെ സീരിയലൊക്കെ കഴിയുമ്പോ നേരം പോണത് അറിയില്ല. സീരിയൽ കാണും അല്ലേ? സീരിയലെ ഒന്നും പിടിയല്ല. അതെ അങ്ങനെയൊക്കെ കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ എൽ സി വരും. പിന്നെ ഇടയ്ക്ക് എന്നാലും വരാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും സമയം കിട്ടാറില്ല. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലും തിരക്കായിരിക്കും. അന്നേരം അങ്ങനെ ആ സമയം അങ്ങനെ പോവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാവർക്കും ഹായ്. അന്വേഷണം പറഞ്ഞേരെ. അതെ തീർച്ചയായിട്ടും. അതിന് എൽസിനെ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്തിയെ എന്നാ പറ്റി, ഇവിടെ ഇല്ലേ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇയാൾ സ്ഥലത്തുണ്ട്, നമ്മുടെ അടുത്ത് തന്നെയുണ്ട്, ഇവിടെയും വരാറുണ്ട്. ഞങ്ങൾ പഴയതുപോലെ തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകണം കേട്ടോ. നല്ല ചൂടൻ ചക്ക വേവിച്ചിട്ടുണ്ട് കേട്ടോ. കൊലയിലെ ആർക്കാ വേണ്ടേ? എൻ്റെ വീട്ടിലെടുത്തപ്പോൾ എനിക്ക് അവകാശം എനിക്കായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പോയി കേട്ടോ. അത് ചാചകം കൊണ്ടേ. അങ്ങനെയല്ല, എൻ്റെ പപ്പായുടെ മമ്മിയുടെ അടുത്ത് ചെറുപ്പത്തിൽ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഈ വർഷം ആദ്യം ഈ പ്ലാവില കഴിക്കുന്നത്. അതെ ഈ ചേട്ടന് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ പ്ലാവില ചക്ക ഭയങ്കര ഇഷ്ടം. ഇപ്രാവശ്യം താമസിച്ചു പോയി. ചേട്ടനും അതെ, ഷെയ്ജിക്കും അതെ, അവൾക്കും ഭയങ്കര ഇഷ്ടം ഈ പ്ലാവില ചക്ക കഴിക്കുന്നത്. ഭയങ്കര ഇഷ്ടം. അവളോട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അവൾ വരും കേട്ടോ, അറിയില്ല. അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നോക്കട്ടെ, മഴയൊന്നും ഇല്ലേ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ അവൾ വരും. അങ്ങനെ ഇനിയിപ്പോൾ ഷിജിയൊക്കെ വരാൻ വെയിറ്റ് ചെയ്യുവാണേ. നമ്മുടെ ചക്ക റെഡിയായി. പിന്നെ ഇത് കണ്ടോ, ഞാൻ നമ്മുടെ ചിക്കൻ കറി വെച്ച് വെച്ചിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ചത്, അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏതായാലും മീൻ ഏറ്റവും ഇഷ്ടം ഷിജിക്കും ചേട്ടനും തന്നെയാണ്. റോയ്ക്കും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും കഴിക്കുന്നവിടെ അങ്ങ് കഴിക്കുമെന്ന് മാത്രം, കഴിക്കുകയില്ലെന്ന് പറയില്ല. എനിക്ക് പിന്നെ അത്രയും കൂടെ താല്പര്യമില്ലല്ലോ. അതുകൊണ്ട് അവർ വരാൻ വേണ്ടി കൊതിച്ചൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. വരട്ടെ, വരുമ്പോൾ നമുക്ക് കഴിക്കാം. ഇനി ഇച്ചിരി കട്ടൻ കാപ്പി ഉണ്ടാക്കി. മുളക് പൊട്ടിച്ചില്ല, ചിലപ്പോൾ അവൾ മുളക് പൊട്ടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം
അങ്ങനെ അവൾ പൊട്ടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ പൊട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. വന്നിട്ട് ഇല്ലെങ്കിൽ പിന്നെ അന്നേരം വേണമെങ്കിൽ പൊട്ടിക്കാമെന്ന് ഓർത്തു. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചിത്തുമാങ്ങാച്ചാറും എല്ലാം ഉണ്ടല്ലോ. നോക്കാം, വന്ന് കഴിഞ്ഞ് നോക്കാം കേട്ടോ. ഇത് ഷിജിയൊക്കെ വന്നു കേട്ടോ, പിറന്നാളുകാരനും വന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്നത്തെ ബർത്ത്ഡേയുടെ ഇതേ ഇന്നലെ ഷിജിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഇന്നലെ ഞങ്ങൾ പ്രത്യേകിച്ച് ആഘോഷിച്ചൊന്നുമില്ല. ഞങ്ങൾ ഇന്നാകട്ടെ ഇന്നൊന്നിച്ച് കൂടാന്ന് ഓർത്തു. ഇന്നലെ ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഷിജിക്കും ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ കൊണ്ടുവന്നിട്ടുണ്ടല്ലോടി ഇത് കേക്ക്. സൂപ്പർ സൂപ്പർ. ഇന്നലെ ഉണ്ടാക്കിയത് നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു മേടിക്കണ്ട, നമ്മൾ തന്നെ ഉണ്ടാക്കി നമുക്ക് മുറിച്ചാൽ മതി. നല്ല സമാധാനമായിട്ട് നമ്മൾ ഉണ്ടാക്കി കേൾക്കുന്നല്ലോ. അത് വേണ്ടാന്ന്. നിന്റെ കൊട കിട്ടിയടി. ഇവളൊന്ന് പള്ളിയിൽ കുടയും കൊണ്ട് പോയി. പുതിയ കുട കഴിഞ്ഞ ദിവസം ഞങ്ങൾ എറണാകുളത്തോടൊപ്പം മേടിച്ചത് കേട്ടോ. ആ കുടയും കൊണ്ട് അവളൊന്ന് പള്ളിയിൽ പോയി. പള്ളിയിൽ പോയപ്പോൾ അവിടെ കുട ആരാണ്ട് എടുത്തത്. അന്ന് മേടിച്ചത് കേട്ടോ ഈ ഫ്ലവർ വൈസ്. ഇത് നമ്മുടെ ഒറിജിനൽ ചെടിയാണ് കേട്ടോ. നമ്മുടെ ചെടിയേന്ന് ഞാൻ മുറിച്ച് വെച്ചത് കേട്ടോ. ഇത് കണ്ടാലും പ്ലാസ്റ്റിക് എന്ന് തോന്നൂലേ? ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് ഈ സാധനം വേറെയാ. ഇത് ഇത് കൂട്ട്. ഷിജിയുടെ ഒച്ച കേട്ടിട്ടുണ്ടല്ലോ. ലക്കിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. ലക്കിക്ക് ഇപ്പം അങ്ങ് പോരണം. ഷിജിയുടെ എടുത്തിട്ട് പോരണം കേട്ടോ. അവളവിടെ കിടന്ന് പഠിച്ച പണി പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നിൽക്കുകയല്ല. ഒന്ന് ചെന്നേട്ടാ. അമ്മോ, ഷിജിനെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഷിജിനെ എന്നാ അതിനകത്ത് കയറ്റ ഓരോരോ മുറി ആയിട്ട് ഇങ്ങോട്ട് കയറ്റ. നീ എന്നെ കുറിപ്പക്കേടാ കാണിച്ചേ. നീ വലിയ വഴക്കുണ്ടാക്കിന്ന് പറഞ്ഞേട്ടെ. എന്നാ വേണ ഇത് മര്യാദക്ക് ഇന്നാ വെള്ളം ഞാൻ കിട്ടും. കൊഞ്ചി കൊഞ്ചി പെണ്ണ് വിളഞ്ഞു. നാം വെട്ടിച്ചോണ്ട് ഇത് 1.5 കിലോ ആവുള്ളൂ പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ 750 ഉണ്ടറി. ഞാൻ നാം വെട്ടാൻ പോയപ്പോ തൂക്കിച്ചു. ആ തന്നവര് പറഞ്ഞു ഏറ്റവും കൂടുതൽ 1.5 കിലോ ആവുള്ളേ. അടി ഇനി മിണ്ടരുത് കേട്ടോ. ഇനി സൗകര്യം തരില്ല. നമ്മളെ വീഡിയോ പോലും എടുപ്പിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാവിന്റെ ചക്കയുടെ. അതെ അതെ അതെ. Happy birthday to you. Happy birthday to you, Roy and Shiji. അതെ, ഷിജി ഉണ്ട് കേട്ടോ. ഷിജിയുടെ ഇന്നലെ ആയിരുന്നു. രണ്ടുപേരുടെയും കൂടെ ഇന്ന്. ഓ മര്യ എന്നാ പറഞ്ഞ കരിഞ്ഞു പോയെന്ന്. അടച്ചു വെക്കുക ഇനി മിണ്ടരുതെന്നുള്ള രീതിയിലാണ്. ശരി, ഇപ്പടാ കറങ്ങിപ്പോ. കൈ കഴിട്ട് റോയ്. പിള്ളേരടിക്കും ചേട്ടൻ. ക്യാമറമാൻ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ ആരില്ലാത്തതുകൊണ്ട് ചേട്ടൻ ബൈക്കിലായിപ്പോയി. വാ, ചേട്ടൻ്റെ വീതം കേക്ക് കൂടെയാണ്. ചേട്ടന് ഞാൻ തന്നില്ല. മധുരം ഇല്ല കേട്ടോ. അതാണോ നല്ല കടി, നല്ല മധുരം കുറവല്ലേ? അത് മതി. മധുരം കുറച്ച് മതി എന്ന് പറയണ്ട. മധുരം കുറച്ച്. ഓ എപ്പോഴും പറയും മധുരം കുറച്ച്. ഒരു കേക്ക് മൊത്തം തിന്നാലോ എല്ലാവരും കൂടെ. ആ നീ പറഞ്ഞില്ലേ അത് കരിഞ്ഞു പോയി. കുഴപ്പം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് മറന്നു പോയായിരുന്നു. ചേട്ടൻ്റെ വീതം ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആണോ? സൂപ്പർ. മുണ്ടില്ലേ ഏട്ടാ? അത് കൊള്ളാം. ഇനി ഫുഡിലോട്ട് കിടന്നാലോ? അവിടെ കട്ടക്കാപ്പി ഇടാവേ. കട്ടക്കാപ്പി ഇട്ടേച്ച് ഫുഡ് ഉണ്ടാകും. അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ എറണാകുളത്തിന് പോയപ്പോൾ എല്ലാവരോടും ഒന്നിച്ച് പോയപ്പം ഇവർ മേടിച്ചു കേട്ടോ. ചേട്ടനും ഉണ്ട് അതുപോലെ അല്ലേ. ചേട്ടനും റോയി അവർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇവർ മേടിച്ചായിരുന്നു. നമുക്ക് ഒരുപോലെ ഇടാൻ വേണ്ടി.
അങ്ങനെ ഇതേ ഞങ്ങളുടെ ചിക്കൻ കറി ഉണ്ട്, ചെത്തുമാങ്ങാച്ചാറുണ്ട്, നമ്മുടെ മീൻ പൊള്ളിച്ചത്. ശരി, അത് നീ നോക്കിയിട്ട് ടേസ്റ്റ് പറയണം. ഇതന്നെടി ഞങ്ങളുടെ മുളക് കൂട്ടിച്ചത് കേട്ടോ. അതെ, ഏറ്റവും മുളക് കൂട്ടിച്ചത്, ഫേവറേറ്റ് സാധനം. കട്ടൻ കാപ്പി. സത്യം പറഞ്ഞെങ്കിൽ ബിരിയാണി നൂഡിൽസ് ഒക്കെ ആയിരുന്നു മനസ്സിൽ, പക്ഷേ ഇതിൻ്റെ അപ്പുറം എത്തില്ല. അതെ അതെ അതെ, അതൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുമ്പോഴല്ലേ, ഇത് നമ്മൾ നമ്മുടെ സാധനം കളയാതെ സൂപ്പർ ടേസ്റ്റാന്നേ. ചുറ്റുമാങ്ങയല്ലേ? ആ, എങ്ങനെയുണ്ട് ചക്ക പൈസ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട്. അത് നമ്മുടെ നല്ല ഭാഗ്യം തോന്നുന്നു അല്ലേ? അതെ അതെ അതെ, ഈ ചേട്ടന് ഭയങ്കര ഇഷ്ടമായപ്പോൾ അവൻ്റെ ഷെയ്ജിക്ക് എന്നാ ഇഷ്ടമെന്ന് അറിയാതിൻ്റെ. ഷെയ്ജി വന്നില്ല കേട്ടോ, അവൾ ചിലപ്പോൾ വരാമെന്ന് പറഞ്ഞായിരുന്നു, അവൾക്ക് വരാൻ പറ്റിയില്ല, അവൾ വന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ മീൻ പൊള്ളിച്ചത്. അയ്യോ, എൻ്റെ സബോള സാധനങ്ങൾ എടുത്തോണ്ട് വന്നില്ല. ഒരു സെക്കൻഡ് എടുത്തോണ്ട് വരാം. അങ്ങനെ ഇത് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. തക്കാളി ഞാൻ കണ്ടിച്ച് വെച്ചിരുന്നതെല്ലാം ചാച്ചൻ എടുത്തോണ്ട് വെച്ച് അന്നെ കൊണ്ട് തിന്നു കേട്ടോ. തക്കാളി ഇല്ല. ഇനി സബോള ആണേ, സബോള കുട്ടി നോക്കിയിട്ട് എങ്ങനെയാണ്. നീ വാലാണോ തിന്നുന്നേ? നല്ല വാലേ അവൻ പൊക്കി പിടിച്ചേക്കോ. ഇച്ചിരി ഗമയുള്ള മീനാ. കരിമീനല്ലേ, കുറയ്ക്കാൻ പറ്റിയല്ലോ. ഒന്ന് ഞുള്ളിക്കടി, ഞുള്ളി ടേസ്റ്റ് പറ. നീ വന്നിട്ട് പയ്യേ കരിമീനാണേ കൈ നോക്കണേ. അടിപൊളിയല്ലേ? അപ്പോൾ ഇതേ മീനിൻ്റെ അഭിപ്രായമൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. അതെ, നല്ല പൊളിച്ച്. പറഞ്ഞാളല്ലേ വായി വെച്ച് വിട്. അയ്യോ നാണം. സൂപ്പറാട്ടോ, അടിപൊളി മീനാട്ടോ. ഫ്ലഷ് ഉണ്ട്. അത് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ വറക്കുന്നേക്കാളും ഫ്ലഷ് കൂടുതലിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴേ. കാരണം ഇച്ചിരി സോഫ്റ്റ് അല്ലേ. ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ഇനി. അങ്ങനെ ഇത് കേട്ടോ. അതെ, അതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ മാതിരി ഉണ്ട്. നല്ല ടേസ്റ്റായി ഗ്രേവിക്ക്. ഇഷ്ടപ്പെട്ടോ? പിന്നെ ഗ്രേവിയാണ് കൂടുതൽ ഇഷ്ടം. മീൻ കരിമീൻ എപ്പോഴും ഒരേ ടേസ്റ്റ് അല്ലേ? മീൻ എങ്ങനെയുണ്ട്? അല്ല, അത് മീൻ നല്ല ദശയുണ്ട്. കരിമീനെ വലിയതായ കാരണം ദശ നന്നായിട്ടുണ്ട്. അതിൻ്റെ ഇതുണ്ടോ? പഠിക്കാൻ പിള്ളേർക്ക് പഠിക്കാൻ കൂടെ. ചേട്ടാ ഇത് കടിച്ചു തരുന്നവരും ഉണ്ട്. കടിക്കാൻ ധൈര്യമില്ല, മുള്ളായതുകൊണ്ട്. രണ്ടുപേരും കൂടെ അതിനെ. അതെ, അടുത്തതിനെ പിടിച്ചാലായിട്ട് നമുക്ക് ചേട്ടൻ പകുതി എടുക്കാവോ? എന്നാ ഉറപ്പ് ഞാൻ പിടിക്കാം, കട്ടയ്ക്ക് പിടിക്കാം. ഞാൻ നിങ്ങൾ കഴിക്കാം. ഇപ്പം രണ്ടെണ്ണം മേടിച്ചതിൻ്റെ രണ്ടെണ്ണം അവിടെ മേടിച്ചതിന് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കേട്ടോ. രണ്ടെണ്ണം ഉണ്ടാക്കിയതിൻ്റെ കാര്യം മനസ്സിലായോ? ചേട്ടനും ഷിജിക്കും മീൻ വേണ്ടതുള്ളൂ. എനിക്കും റോയിക്കും എനിക്കൊട്ടും വേണ്ട. റോയി ഒന്ന് വേണം ടേസ്റ്റ് നോക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ, ഇവർ തന്നെ ഇവർക്ക് മതിയായതുകൊണ്ടാണ് രണ്ടെണ്ണം വെച്ചത്. മീൻ ഇഷ്ടം. അപ്പോൾ ഇതേ ഞങ്ങളുടെ പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. ഇവരിപ്പോൾ പോകാൻ ഇറങ്ങും കേട്ടോ, പോകാൻ ഇറങ്ങി നിൽക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എഴുതണം, സബ്സ്ക്രൈബ്. അതെ അതെ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കേ. ഇതുണ്ടോ ഞാൻ എൻ്റെ ഗ്രാസ് ബോൾ കണ്ടോ? കഴിഞ്ഞ ഒരു വീഡിയോയിൽ എന്നോട് എല്ലാവരും ചോദിച്ചായിരുന്നു കേട്ടോ, ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചായിരുന്നു. ഇതിപ്പോൾ എല്ലായിടത്തും കിട്ടും കേട്ടോ. തൊടുപുഴയാണേലും എല്ലാ ഫാൻസി കടയിലും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. ബൾബ് അതിനകത്തുള്ളതല്ല, ബൾബൊക്കെ നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്യണം കേട്ടോ. ബൾബൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാണേ. നല്ല രസം കേട്ടോ. ഇതെല്ലാം ബാക്കി ലൈറ്റൊക്കെ കെടുത്തേ ചെയ്ത് തന്നെ ഇട്ടാണ്ടല്ലോ, നല്ല രസമാണ്, അടിപൊളിയാണ് കേട്ടോ. ഞാൻ കമൻറ്റിന് ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കമൻറ്റിന് മറുപടി ഞാൻ എഴുതിയിട്ടില്ല, എഴുതാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ട്, എല്ലാ ഫാൻസി കടയിലും കിട്ടും. ഗ്രാസ് ബോൾ എന്ന് പറഞ്ഞാൽ മതിയേ.